നമസ്കാരം. ഈ അടുത്ത കാലത്ത് സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോയുടെ ഒരു അഭിമുഖം കാണാനിടയായി. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ നാം ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നെനിക്ക് തോന്നി. അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ആയിട്ട് ദൂരയാത്ര ചെയ്തപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു വൻ അപകടമുണ്ടായി എന്നത് നമ്മളേവരും അറിഞ്ഞതാണ്. ആ അപകടത്തെ പറ്റിയാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹം വാഹനത്തിൻ്റെ ബാക്കിൽ കിടന്നുറങ്ങുകയായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ഡാഡി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നെന്നും അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ വണ്ടി ആകെ ഇടിച്ചു മറിഞ്ഞ് നാശക്കേടായിരിക്കുന്നു, ഡാഡിയാണെങ്കിൽ ചലിക്കുന്നില്ല തുടങ്ങിയ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ വാഹന അപകടമാകട്ടെ, ട്രെയിൻ അപകടം, എന്തു തന്നെ ആകട്ടെ, ഇത്തരം അപകടങ്ങളൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു വാർത്ത എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ടി വിയിൽ കാണുന്നു, അല്ലെങ്കിൽ പത്രങ്ങളിൽ വായിക്കുന്നു, അല്ലെങ്കിൽ കേട്ടറിയുന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ ഈ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഈ അപകടത്തിന് മുമ്പ് വരെ എനിക്കൊരു വെറും വാർത്ത മാത്രം, ജസ്റ്റ് ഓൺലി ന്യൂസ്. പക്ഷേ അത്തരം ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ തീവ്രത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഞാൻ അടുത്ത ദിവസം കണ്ട അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മാത്രമായ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാത്രമായ ഒരു കാഴ്ചപ്പാടല്ല. നിങ്ങളും ഞാനും ഒക്കെ അടങ്ങുന്ന ഈ സമൂഹത്തിൽ എല്ലാവരുടെയും കാഴ്ചപ്പാട് അതൊക്കെ തന്നെയാണ്. ഒന്നെങ്കിൽ നമ്മൾ ആ അപകടത്തെപ്പറ്റി വിമർശിക്കുക, വാഹനം ഓടിച്ച ആളുടെ തെറ്റുകളെപ്പറ്റി വിമർശിക്കുക. അതും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ആ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ആ വിഷ്വൽ ഒന്ന് കണ്ടു, അത് അപ്പം തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടു. നമ്മുടേതായ നിത്യവൃത്തിക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലേക്ക് നമ്മൾ വീണ്ടും മടക്കുക എന്നല്ലാതെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ആരും ചിന്തിക്കാറുമില്ല, ചർച്ച ചെയ്യാറുമില്ല. കുറേ ആൾക്കാരാണെങ്കിൽ പറയും, നമുക്കെന്ത് ചെയ്യാനാവും, അത് അവരവരെ സ്വയം വരുത്തി വെച്ചതല്ലേ എന്ന് വ്യാഖ്യാനിക്കുന്നവർ ഈ കൂടെ ഉണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അപകടം ഏത് വാഹനത്തിൻ്റെ തെറ്റ് മുഖാന്തരം ഉണ്ടായതാണോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം, അല്ലെങ്കിൽ അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ ആ അപകടത്തിൽ നമ്മളും കൂടെ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള ഒരു അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആർക്കും വാക്കാൽ പറഞ്ഞാൽ, നമുക്കാർക്കും തന്നെ, നിങ്ങളെന്നല്ല, നമുക്കാർക്കും തന്നെ വാക്കാൽ പറഞ്ഞാൽ അതിൻ്റെ തീവ്രത അറിയാൻ ഒക്കുകയില്ല. ജീവിതത്തിൽ നമുക്ക് ആർക്കും അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരിൽ ഞാനും ഒരു വ്യക്തിയാണ്. കാരണം എനിക്കറിയാം അതിൻ്റെ പിന്നാമ്പുറം എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. വാഹന അപകടങ്ങൾ 100% സംഭവിക്കാതിരിക്കുകയില്ല. കാരണം സംഭവിക്കുക തന്നെ ചെയ്യും. അത്തരം റോഡിൻ്റെ രീതികളും പോരാത്തിന് നമ്മുടെ വാഹന ഓടിയിലും ഒക്കെ ഒരുപാട് അപാകതകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ആധികാരികമായി പറയാനുള്ള രീതി അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഒരുപാട് അപാകതകളുണ്ട്. പക്ഷേ ഇത്തരം ദുരിതങ്ങൾ നമ്മൾ പലരും കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ണടച്ച് പോകുന്നു. നമുക്ക് ആ ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമുക്കല്ലല്ലോ അത്, നമ്മുടെ ആർക്കും അല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മനോഭാവമാണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളിവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയാണ് ജീവിക്കുന്നതെന്നിരിക്കട്ടെ, നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവർ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ തന്നെ അല്ലല്ലോ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പൂനെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ കൽക്കട്ടയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വിദേശത്തായിരിക്കും. സെയിം ടൈം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് വളരെ അടുത്ത ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങളാകട്ടെ സഹോദരികളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ്റെ ബന്ധുമിത്രാദികളാകട്ടെ, അമ്മയുടെ ബന്ധുമിത്രാദികളാകട്ടെ, ഇവരൊന്നും നമ്മുടെ കോമ്പൗണ്ടിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിക്കകത്തോ അല്ല ജീവിക്കുന്നത്. ഇവരും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ജീവിക്കുന്നവരാണ്. ആർക്ക് എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാം എന്നതും കൂടി നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ ജീവിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാതെ ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ അതിൽ നിന്നും, അല്ലെങ്കിൽ മറ്റുള്ള അപകടങ്ങൾ സംഭവിച്ച് അത് കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കണം. അത്തരം കാര്യങ്ങളിൽ
കൂടുതൽ ശ്രദ്ധ പുലർത്തണം. വാഹനം ഓടിക്കുന്ന കാര്യത്തിലാകട്ടെ, അല്ലെ ദൂരയാത്ര ചെയ്യുന്ന കാര്യങ്ങളിലാകട്ടെ, നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാർ കുട്ടികൾക്ക് പാരൻസുകൾ വില കൂടിയ വാഹനമാണ് ബൈക്കായിട്ടുള്ളത് മേടിച്ചു കൊടുക്കുന്നത്. ആ പിള്ളേർ ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയന്ന് പോകും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ പിള്ളേർ നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കണ്ടാലോ, അല്ലെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് വരുന്ന കണ്ടാലോ സത്യം പറഞ്ഞ് നമ്മൾ ഭയന്ന് പോകും. അതുപോലത്തെ ഒരു രീതിയിലാണ്, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത രീതിയിലാണ് ആ കുട്ടികൾ 2 വീലർ ഓടിച്ചു വരുന്നത്. അത്രയ്ക്കും കോസ്റ്റ്ലി ആയ വാഹനങ്ങളാണ് പേരൻസുകൾ മേടിച്ചു പോകുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻസുകൾ പറയുന്നത് എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണ്, അവരുടെ ആഗ്രഹമാണ്, അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്, അല്ലെ അവർക്ക് വേണ്ടിയല്ലേ ഞാൻ സമ്പാദിക്കുന്നത്, അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് ഭവിച്ചാണ് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പേരൻസുകൾ, ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ തലമുറയിൽ ജീവിക്കുന്ന പേരൻസുകൾ അതിന് അത്തരം വാഹനങ്ങൾ മേടിച്ചു കൊടുത്ത് ഇത്തരം ചതിക്കുഴിയിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായി? എപ്പോഴും വാഹനം അപകടം ഉണ്ടാകുന്നത് 100% അപകടം പറ്റിയ വാഹനം ഓടിച്ച ഡ്രൈവറുടെ അപാകത കൊണ്ടൊന്നുമല്ല. നേരെ ഓപ്പോസിറ്റ് വരുന്നവരുടെ കുറ്റം കൊണ്ടും ഉണ്ടാവാം, തൊട്ട് ബാക്കിൽ നിന്ന് ഓവർടേക്ക് കയറിപ്പോയവരുടെ കുറ്റം കൊണ്ടും ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജംഗ്ഷന് 4ആയിട്ട് തിരിയുന്ന ജംഗ്ഷൻ ഉണ്ടാകും. അവിടെ നമ്മൾ നേരെ വിട്ടുപോകുമ്പോഴായിരിക്കും ഓർക്കാപ്പുറത്ത് ഒരാൾ വന്ന് പോക്കറ്റ് റോഡിൽ നിന്ന് ചടയെന്ന് വലിഞ്ഞു കയറുന്നത്. അത്തരം തെറ്റായ ഡ്രൈവിംഗ് ശൈലിയിലൂടെയും ഈ പറയുന്ന അപകടങ്ങൾ ഉണ്ടാകാം. പോരാത്തതിന് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. ഇപ്പം ഈ മൊബൈൽ സിസ്റ്റം, മൊബൈൽ ഫോൺ ഉപയോഗം വന്നേ പിന്നെ നമ്മൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ശൈലിയും കൂടിയുണ്ട്. കാരണം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മൊബൈലിൽ നമ്മൾ സംസാരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം മൊബൈലിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, വെരി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ റണ്ണിങ്ങിൽ സംസാരിക്കുന്നത്. അല്ലാതെ ഇന്നലെ കൂട്ടിയ പരിപ്പ് കറിയും നാളെ വെക്കുന്ന മീൻകറിയുടെ ചർച്ചയായിരിക്കുകയല്ല നമ്മൾ റണ്ണിങ്ങിൽ മൊബൈലിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സംസാരിക്കുക. ആ പ്രാധാന്യമുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അവിടെ ട്രാക്ക് മാറിപ്പോയെന്നിരിക്കും, ഒരു സംശയം വേണ്ട ആർക്കും. അതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കഴിവതും ഇത്തരം ഉപയോഗങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൊബൈൽ ഉപയോഗം നിങ്ങൾ സംസാരിച്ചോ, നിങ്ങൾ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് സംസാരിക്കുക. എന്താ തെറ്റ്? 5 മിനിറ്റ് നേരപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും, അതിക്കുള്ളൊന്നും കാര്യമൊന്നുമില്ലല്ലോ. ജീവനാണോ വലുത്? ജീവനും വലുതാണ്, ജീവനും വലുതാണ്, സമയവും വലുതാണ്. പക്ഷേ ആദ്യം ഏതാണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞേ ഉള്ളൂ സമയത്തിൻ്റെ 2ാം സ്ഥാനമേ ഉള്ളൂ. നമ്മൾ സമയത്ത് എത്തിപ്പെടണം. ഒരു സ്ഥലത്ത് നമ്മൾ 4 മണിക്ക് എത്തണമെന്ന് വെച്ചാൽ എത്തിപ്പെടണം. മാക്സിമം ഒരു 4 മണി 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം. സമ്മതിച്ചു. നമ്മളതിന് എന്താ ചെയ്യുന്നത്? നമ്മൾ വാഹനത്തിലല്ലേ പോകുന്നു എന്ന് ഭവിച്ച് നമ്മൾ താമസിച്ച് ഇറങ്ങുന്ന, ജോലിക്ക് പോകുന്ന, അതായത് 2 വീലർ, ഇന്നും നമ്മുടെ ഇവിടങ്ങളിൽ 2 വീലർ ഓടിച്ച് ജോലിക്ക് പോകുന്നവർ താമസിച്ച് തന്നെ ഇറങ്ങുന്നു. അവർ സ്വയം താമസിക്കുന്നതാണോ, അല്ലെങ്കിൽ പത്രം വായിച്ച് ചായയും കുടിച്ച് അവിടെ ഇരുന്ന് താമസിപ്പിക്കുന്നതാണോ, അതും അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ തീരാത്തതിൻ്റെ പേരിൽ താമസിക്കുന്നതാണോ, എന്തും ആകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധൈര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് വിട്ട് കയറിയാൽ ആ 3 കിലോമീറ്റർ ഓടിയെത്താൻ മാക്സിമം ഒരു 15 മിനിറ്റ് മതി എന്നൊരു മനോഭാവമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ 3 കിലോമീറ്റർ ഓടിയെത്തുന്നത് ആകാശത്ത് കൂടെയല്ല, നമ്മുടെ ഇവിടുത്തെ റോഡിൽ കൂടെയാണ്. നമ്മൾ ഏറ്റവും തിരക്കുള്ള സമയത്താണ് നമ്മൾ ജോലിക്ക് ഇറങ്ങുന്നത്. സ്കൂള് തിരക്ക്, വാഹനങ്ങളുടെ തിരക്കുള്ള സമയമാണ് ഈ സ്കൂൾ ടൈം എന്ന് പറയുന്നത്. സ്കൂൾ വാഹനങ്ങൾ ധാരാളം വഴിയിലിറങ്ങുന്ന സമയമാണ്, അല്ലേ? ആ സമയത്ത് തന്നെയാണ് നമ്മൾ കൃത്യം ഈ ടൈറ്റ് ടൈമിങ്ങിനെ ഇറങ്ങുന്നത്. എന്നാൽ ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. അത് നമ്മൾ ഒരിക്കലും ചെയ്യുകയല്ല. ഞാൻ ചോദിച്ചാൽ പറയും, ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മടന്ന ന്യായം നമ്മൾ പറയും, ഇല്ലേ? പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് എത്തിച്ചേരാം എന്ന ഒരു ആത്മവിശ്വാസവും കൂടി ഉണ്ട്. അതിനെയൊക്കെ സാക്ഷ്യപ്പെടുത്തിയാണ് നമ്മൾ ആ ടൈറ്റ് ടൈമിങ്ങിന് തന്നെ ഇറങ്ങുന്നത്. പക്ഷേ ടൈറ്റ് ടൈമിങ്ങിന് ഇറങ്ങിയാൽ എപ്പോഴും മറ്റും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണമെന്നില്ല, അത് ഓർത്തോണം. എന്നും മറ്റും നമ്മൾ ലക്ഷ്യ സ്ഥലത്ത് എത്തിച്ചേരണമെന്നില്ല, എത്തിച്ചേരുന്ന സ്ഥലം വേറെയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. 2 വീലർ എന്ന് പറയുന്ന സാധനം ഏറ്റവും അപകടകാരിയാണ്. 2 വീലർ കാരണമാണ് മറ്റുള്ള വാഹനങ്ങൾക്ക് അപകടങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2 വീലറിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ശൈലിയിലൂടെ, അല്ലാതെ വാഹനം കൊണ്ടല്ല, വാഹനം കാരണമല്ല. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തുക തന്നെ വേണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സമയത്തിൽ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കണം. അത് ശരിയായ കാര്യം തന്നെ. സമയത്തിന് വാല്യൂ ഉണ്ട്, ഒക്കെ ശരിയാണ്. ഇന്നിപ്പോൾ നമ്മളൊരു ദിവസം താമസിച്ച് പോയെന്നിരിക്കട്ടെ, നമ്മൾ ആ മരണവെപ്രാളം പിടിച്ച് പോയിട്ട് ഒരുപക്ഷെ നമുക്കിന്ന് ജോലിക്ക് കയറാൻ സാധിച്ചെന്ന് വരികയില്ല, ടൈം കഴിഞ്ഞു പോയി, പോട്ടെ, ഇന്നത്തെ ഒരു അവധിയായിരിക്കും, അതിക്കുള്ളൊന്നും തലയൊന്നും പോകുകയല്ലോ. അതിക്കുള്ളൊന്നും ഇവിടെ ഈ ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നുമില്ല, അല്ലെങ്കിൽ കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറൊന്നും ഉദിക്കാറില്ല, ഇല്ലേ? ഒരു ദിവസം പോട്ടെന്ന് വെക്കണം. മറ്റെന്തോ നമുക്ക് സംഭവിക്കേണ്ടിയിരിക്കുന്നു, അത് അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കാര്യം നമ്മൾ പിന്തിരിയണം.
അല്ലാതെ നമ്മൾ എന്നും ഞാൻ ഈ സമയത്തൊക്കെ എത്തി, ഇതിനേക്കാൾ കൂടുതൽ താമസിച്ച സമയത്ത് ഞാൻ എത്തിയിട്ട് ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, കൃത്യസമയത്ത് എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന മനോഭാവത്തിൽ നമ്മൾ ഒരിക്കലും ഇറങ്ങരുത്. ചുരുക്കത്തിൽ പറഞ്ഞു വന്നാൽ ഓരോ വാഹന അപകടങ്ങളും നമുക്ക് ഒരു പാഠങ്ങളാണ്. കാരണം നമ്മുടെ വീടുകളിൽ വണ്ടിയുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഈ പറയും നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തുക തന്നെ വേണം എന്നാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. എൻ്റെ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.